ചാപ്റ്റർ 2ന്റെ രണ്ടാമത്തെ ക്ലാസ്സിലോട്ടാണ് കടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദേശ രാസപ്രവർത്തനങ്ങൾ അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്താണെന്നും അതുകൂടാതെ അഡീഷൻ റിയാക്ഷൻസ് എന്താണെന്നും പഠിച്ചു അല്ലേ. ഇനി പോളിമറൈസേഷൻ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിൽ പരീക്ഷയ്ക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ടെക്നിക്ക് കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് പോളിമറൈസേഷൻ എന്ന് നോക്കാം. അതായത് നമുക്ക് ഈ പോളിമറൈസേഷനെ ഒരു മാല കോർക്കുന്നതുമായിട്ട് ഉപമിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ മുത്തുമാല. കുറേ മുത്തുകൾ ചേർന്ന് ഒരു മാല ഉണ്ടാകുന്നതായിട്ട് സങ്കല്പിക്കാം. ഇതുപോലുള്ള ഒരു പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. അതായത് അനേകം ലഘുവായ തന്മാത്രകൾ ചേർന്ന് സങ്കീർണ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. ഓക്കെ, പോളിമറൈസേഷൻ ഈസ് ദ പ്രോസസ്. എന്ത് പ്രോസസ്സാണ്? ബൈ വിച്ച് സിമ്പിൾ മോളിക്യൂൾസ്, സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ജോയിൻ ടുഗദർ, അവ ജോയിൻ ചെയ്ത് ടു ഫോം എന്തുണ്ടാകുന്നതാണ്? ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾസ്, വലിയ സങ്കീർണ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇതിലെ ലഘു തന്മാത്രകളെ മോണോമറുകൾ എന്നും, അതായത് ആ ചെറിയ മോളിക്യൂൾസ് ഉണ്ടല്ലോ, സിമ്പിൾ മോളിക്യൂൾസ് ഉണ്ടല്ലോ, അവയെ മോണോമേഴ്സ് എന്നും, ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾസ്, ആ ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ടെന്ന് പഠിച്ചല്ലോ, ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് പോളിമറൈസേഷൻ, ആ പോളിമറൈസേഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾസിനെ പോളിമേഴ്സ് എന്നും വിളിക്കുന്നു. ആർ കോൾഡ് പോളിമേഴ്സ്. ഓക്കെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? പോളിമറൈസേഷന്റെ ഫലമായി ഉണ്ടാകുന്ന സങ്കീർണ തന്മാത്രകളെ പോളിമറുകൾ എന്നും പറയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പോളിമറൈസേഷൻ രീതിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ അത് പോളിമറൈസേഷൻ സംഭവിക്കുന്നു, അതായത് ഇങ്ങനെ ലഘു തന്മാത്രകൾ ചേർന്ന് സങ്കീർണ തന്മാത്രകൾ ഉണ്ടാകുന്നതാണ് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു. അതിന്റെ ഒരു രീതിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് തരം പോളിമറുകൾ ഉണ്ട്. ഏതൊക്കെയാണവ? Based on the method of polymerization, polymers are classified into addition polymers and condensation polymers. അതിന്റെ ആ ഒരു പോളിമറൈസേഷൻ രീതിയുടെ അടിസ്ഥാനത്തിൽ അഡീഷൻ പോളിമറുകൾ എന്നും കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്നും രണ്ട് വിഭാഗമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം നോക്കാം എന്താണ് അഡീഷൻ പോളിമറുകൾ എന്ന് നമുക്ക് നോക്കാം. അഡീഷൻ പോളിമേഴ്സ് നോക്കുക. അഡീഷൻ പോളിമറുകൾ ഉണ്ടാകുന്നത് മോണോമറുകളുടെ ആവർത്തിച്ചുള്ള അഡീഷൻ പ്രവർത്തനം വഴിയാണ്. മോണോമറുകൾ എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. കൂടാതെ അഡീഷൻ പ്രവർത്തനം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ മോണോമേഴ്സിന്റെ റിപ്പീറ്റഡ് അഡീഷൻ റിയാക്ഷൻ, അഡീഷൻ പോളിമേഴ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അഡീഷൻ പോളിമേഴ്സ് ആർ ഒബ്റ്റൈൻഡ് ബൈ ദ റിപ്പീറ്റഡ് അഡീഷൻ റിയാക്ഷൻ ഓഫ് മോണോമേഴ്സ്. മോണോമേഴ്സിന്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള അഡീഷൻ റിയാക്ഷന്റെ ഫലമായിട്ടാണ് അഡീഷൻ പോളിമറുകൾ ഉണ്ടാകുന്നത്. ഇവിടെ താഴെ ഒരു റിയാക്ഷന്റെ ചിത്രം, ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ട് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് ഈ CH2 എന്നത് എന്താണ്? ഈഥീൻ ആണെന്ന് അറിയാം. CH2 ഡബിൾ ബോണ്ട് CH2 ഈഥീൻ ആണെന്ന് നമുക്കറിയാം. ഇതിന്റെ ഒരു അഡീഷൻ പോളിമറൈസേഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈഥീൻ തന്മാത്രകൾ തമ്മിൽ അഡീഷൻ പോളിമറൈസേഷൻ നടക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം ഏതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. Have a look at the addition polymerization between ethene molecules. ethene moleculesന്റെ ഒരു അഡീഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ നമുക്ക് നോക്കാം. പ്രത്യേകത എന്താണ്? ഉന്നത മർദ്ദത്തിലും അതായത് ഹൈ പ്രഷറിലും ടെമ്പറേച്ചറിലുമാണ്, ഉന്നത മർദ്ദത്തിലും താപനിലയിലും ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ, അതായത് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. അതായത് ഉൽപ്രേരകം എന്ന് പറയുന്നത് ഈ ഒരു റിയാക്ഷൻ നടക്കാൻ ഇവിടെ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും മാത്രം പോരാ, മറ്റൊരു വസ്തു കൂടി അവിടെ ആവശ്യമുണ്ട്. അപ്പൊ അത്തരം വസ്തുക്കളെയാണ് ഇതിന്റെ സ്പീഡിനെ നിയന്ത്രിക്കുന്ന, സ്പീഡിനെ വർദ്ധിപ്പിക്കുന്ന അത്തരം വസ്തുക്കളാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഈ ഒരു റിയാക്ഷൻ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അണ്ടർ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. നോക്കാം, ഇവിടെ കൊടുത്തിട്ടുള്ളത് CH2 ഈഥീൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പക്ഷേ ഇവിടെ എത്ര ഉണ്ട്? N മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. അതായത് NCH2 മോളിക്യൂൾസ്, അതായത് ഒരു CH2 മോളിക്യൂൾ ഞാൻ ഇവിടെ കൊടുത്ത ഒരു മുത്ത് പോലെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? N എണ്ണം ഉണ്ട്. ഇതുപോലുള്ള 1 2 3 അല്ല, N അത്ര എണ്ണം ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു സംഖ്യ എന്ന് മാത്രമേ അവിടെ അർത്ഥമുള്ളൂ. ഇത്രയും സംഖ്യകൾ ഉണ്ട്. ഇവ ഇവിടെ പോളിമറൈസേഷൻ, അഡീഷണൽ പോളിമറൈസേഷന്റെ ഭാഗമാകുമ്പോൾ എന്ത് കിട്ടുന്നു എന്ന് നോക്കാം. ഇവിടെ CH2 ഈഥീൻ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള കുറേ മോളിക്യൂൾസ് ഉണ്ട്.
ഓക്കെ, ഇവിടെ മുന്നിൽ n എന്ന് കൊടുത്ത എന്താണ്? ഇതുപോലുള്ള n മോളിക്യൂൾസ് ഉണ്ട് എന്നാണ്. അത് n എന്ന് വെച്ചാൽ ഒരു സംഖ്യ, കുറേ എണ്ണം ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു CH2 മോളിക്യൂൾ എങ്ങനെ ഈ ഒരു രീതിയിൽ പോളിമർ ആകുന്നു എന്ന് നമുക്കിവിടെ നോക്കാം. ഇവിടെ ഒരു CH2 മോളിക്യൂളാണ് കൊടുത്തിട്ടുള്ളത്. തൊട്ടടുത്ത് മറ്റൊന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കാം എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡീഷൻ റിയാക്ഷൻ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ബോണ്ട് എന്ന് വെച്ചാൽ ഈ കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ഇങ്ങനെ കൈകൾ ചേർത്ത് പിടിക്കുന്ന പോലെയാണ്. അതായത് ഈ കാർബൺ ആറ്റത്തിന് ഒരു കൈ, ഈ കാർബൺ ആറ്റത്തിന് ഒരു കൈ തൊട്ടടുത്തുള്ള മറ്റേ കാർബൺ ആറ്റത്തിന്റെ കൈയുമായിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ ഒരു ബോണ്ട് ഉണ്ടാകുന്നു. ഓക്കെ, അതുപോലെ താഴത്തെ ബോണ്ടും അതേപോലെ നമുക്ക് സങ്കല്പിക്കാം. ഇവിടെ ഒരു ബോണ്ട് ബ്രേക്ക് ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ബോണ്ട് ഇവിടെ ഇല്ലാതെയാകുമ്പോൾ ഈ കാർബൺ ആറ്റത്തിന്റെ ഒരു കൈ ഇവിടെ ഫ്രീ ആയി അല്ലേ? ഒരു കൈ ഇവിടെ ഫ്രീ ആയി. അതായത് ഈ ഒരു ബോണ്ട് ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് അങ്ങനെ സങ്കല്പിക്കാണ്ടോ, ഒരു കൈ ഇവിടെ ഫ്രീ ആയി. അപ്പോൾ ഈ കാർബൺ ആറ്റത്തിന്റെ ഒരു കൈയും കൂടെ ഇവിടെ ഫ്രീ ആയല്ലോ. അപ്പോൾ അതും കൂടി നമുക്കിവിടെ വരച്ചു ചേർക്കാം. ഇവിടെ വരച്ചു ചേർക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലായി. അതേപോലെ തൊട്ടടുത്തുള്ള ഈ കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ഒരു ബോണ്ട് ബ്രേക്ക് ആകുമ്പോഴും ഇതേപോലെയാണല്ലോ സംഭവിക്കുന്നത്. ഇവിടെ ഒരു കൈ ഇവിടെ ഫ്രീ ആയി, ഇപ്പുറവും ഒരു കൈ ഇങ്ങനെ ഫ്രീ ആയി. ഇനി നോക്കുക, ഈ അടുത്തടുത്തുള്ള ഈ മോളിക്യൂൾസിൽ ഓരോ കൈ വീതം ഇവിടെ ഫ്രീ ആയിട്ടുണ്ടല്ലേ? അപ്പോൾ ഇത് ചേർത്ത് പിടിക്കാലോ, ഈ കൈയും ചേർത്ത് പിടിക്കാം. അതായത് ഈ രണ്ട് കൈയും ചേർത്ത് പിടിച്ചാൽ ഇവയ്ക്കിടയിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു അല്ലേ? ബോണ്ട് ഫോം ചെയ്യുന്നു, കണ്ടോ? ഇവിടെ ഇത് ഞാൻ പറഞ്ഞു, ഈ ബോണ്ട് ഇവിടെ ബ്രേക്ക് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്തു. ഈ മോളിക്യൂൾസ് തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായി. അപ്പോൾ ഇവിടെ രണ്ട് മോളിക്യൂൾസ് മാത്രമേ ഞാനിവിടെ കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ കുറേ എണ്ണം, ഒരു n മോളിക്യൂൾസ് ഉണ്ടെങ്കിലോ അവയൊക്കെ ഇങ്ങനെ കൈകൾ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഒരു ചങ്ങല പോലെ ഫോം ചെയ്യും അല്ലേ? അപ്പോൾ അതിനെയാണ് ഇവിടെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ? CH2 സിംഗിൾ ബോണ്ട് CH2, അതായത് ഇതിലൊരു പോർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. CH2 ഈ ഒരു പോർഷനാണ് ഇവിടെ ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ? ആ ബ്രാക്കറ്റിന് ഉള്ളിലുള്ളത് ഈ ഒരു സംഭവമാണ്. അതുപോലെ നീളത്തിലുണ്ടാകും അല്ലേ? അത് മുഴുവൻ ഇവിടെ വരക്കാൻ എളുപ്പമല്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഈ ബ്രാക്കറ്റിന് പുറത്ത് n എന്ന് എഴുതിയിട്ട് സൂചിപ്പിച്ചത്. ഇങ്ങനെ ഒരു കണക്ഷനാണ്, ഒരു ചങ്ങല പോലെയുള്ള ഒരു സംഭവത്തെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇതിനെയാണ് എന്ത് പറയുന്നത്? പോളി ഈഥീൻ എന്ന് പറയുന്നത്. ഒരെണ്ണം മാത്രം ഉണ്ടാകുമ്പോൾ കണ്ടോ, ഈഥീൻ എന്ന് പറയും. അങ്ങനെയുള്ള n മോളിക്യൂൾസ് ചേർന്ന് പോളി ഈഥീൻ ഉണ്ടാകുന്നു. ഇതാണ് മോണോമർ. ഈഥീൻ ആണ് മോണോമർ. ഈ രാസപ്രവർത്തനത്തിലെ ഇൻ ദിസ് കെമിക്കൽ റിയാക്ഷൻ മോണോമറിന്റെ പേരെന്താണ്? നമുക്കറിയാം, ഈഥീൻ ആണ് മോണോമർ. വാട്ട് ഈസ് ദ മോണോമർ? ഈഥീൻ. പോളിമറിന്റെ പേരോ? അത് പോളി ഈഥീൻ, അതായത് പോളിത്തീൻ ആണ്. അപ്പോൾ ഇവിടെ പോളിത്തീൻ എന്ന് എഴുതി വെക്കാം. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഈഥീൻ, അതിൽ നിന്നുണ്ടാകുന്ന പോളിത്തീൻ, അതിനെക്കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു എക്സാമ്പിൾ ആണ് PVC. PVC എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. PVC പൈപ്പ് എന്ന് കേട്ടിട്ടുണ്ടാവും. പ്ലാസ്റ്റിക് പൈപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പോളിമറാണ് പോളിവിനൈൽ ക്ലോറൈഡ്. ഓക്കെ, പോളിവിനൈൽ ക്ലോറൈഡ് എന്നാണ്. അപ്പോൾ പോളി കഴിഞ്ഞാൽ എന്താണുള്ളത്? വിനൈൽ ക്ലോറൈഡ്. ഈ വിനൈൽ ക്ലോറൈഡ് തന്നെയാണ് ഇതിന്റെ മോണോമറിന്റെ പേര്. ഇതിലെ മോണോമർ വിനൈൽ ക്ലോറൈഡ് ആണ്. അതായത് മോണോമറായ വിനൈൽ ക്ലോറൈഡിന്റെ മുന്നിൽ ഒരു പോളി ചേർത്തപ്പോൾ പോളിവിനൈൽ ക്ലോറൈഡ്, അതായത് പോളിമറിന്റെ പേര് കിട്ടി. പോളിവിനൈൽ ക്ലോറൈഡ് ഈസ് എ പോളിമർ യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് പ്ലാസ്റ്റിക് പൈപ്പ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. യെസ്, മോണോമർ ഈസ് വിനൈൽ ക്ലോറൈഡ്. ഇതിന്റെ ഒരു റിയാക്ഷൻ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു, നോക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? വിനൈൽ ക്ലോറൈഡിന്റെ ഒരു കണ്ടൻസ്ഡ് ഫോമുലയാണ്. കണ്ടോ? CH2 ഡബിൾ ബോണ്ട് CH, ഇവിടെ സിംഗിൾ ബോണ്ട് ക്ലോറിൻ ആറ്റം Cl. ഇങ്ങനെയുള്ള n എണ്ണം ഉണ്ട് എന്നാണ് ഇവിടെ n കൊണ്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ റിയാക്ഷൻ സംഭവിക്കുന്നു നോക്കാം. ഇവിടെ എന്ത് കിട്ടുന്നു എന്ന് നോക്കാം. ഇവിടെ CH2 CH Cl, അതായത് വിനൈൽ ക്ലോറൈഡിന്റെ ഒരു കണ്ടൻസ്ഡ് ഫോമുലയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ബോണ്ട് ബ്രേക്ക് ആവും അല്ലേ? ഒരു ബോണ്ട് ഇവിടെ ബ്രേക്ക് ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ കൊടുക്കുക അല്ലേ? അപ്പോൾ ഇതുപോലുള്ള കുറേ മോളിക്യൂൾസ് ഇങ്ങനെ ലിങ്ക് ചെയ്ത് ഇങ്ങനെ ചങ്ങല പോലെ ആകും. നമ്മളെ കഴിഞ്ഞ തൊട്ട് മുമ്പ് പറഞ്ഞു അല്ലേ? ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇങ്ങനെ കൊടുത്തിട്ട് ഇതുപോലുള്ള n മോളിക്യൂൾസ് ഇങ്ങനെ
ലിങ്ക് ചെയ്ത് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ N എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിന്റെ പേരെന്താണ്? ഇവിടെ വിനൈൽ ക്ലോറൈഡ്, ഇവിടെ ഉണ്ടായിരിക്കുന്നത് പോളി വിനൈൽ ക്ലോറൈഡ് PVC. ഓക്കെ അല്ലേ? അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ കണ്ടോ, പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ, ബ്രാക്കറ്റിൽ ടെഫ്ലോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ ആണ് ടെഫ്ലോൺ എന്നറിയപ്പെടുന്നത്. കൊണ്ട് ഇവിടെ ഒരു ടേ, ഇവിടെ ഒരു ടേ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ടെട്രാഫ്ലൂറോ പോളി ടെട്രാഫ്ലൂറോ ഈഥീനും ടെഫ്ലോൺ. ഇതെന്താണ്? എ പോളിമർ മാനുഫാക്ചേർഡ് ഫ്രം, എന്തിൽ നിന്ന് ഉണ്ടാക്കുന്ന പോളിമർ ആണ്? ഫ്രം ടെട്രാഫ്ലൂറോ ഈഥീൻ. ഇവിടെ കേട്ടാൽ തന്നെ മനസ്സിലാവില്ല, നമുക്കുണ്ടോ ടെട്രാഫ്ലൂറോ ഈഥീന് മുമ്പിൽ ഒരു പോളി ചേർത്തപ്പോൾ പോളിമറിന്റെ പേരായി. ഇതാണ് ടെഫ്ലോൺ എന്ന് അറിയപ്പെടുന്നത് എന്ന് കൂടി ഓർമ്മിക്കണം. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? യെസ്, യൂസ്ഡ് കോട്ട് ദ ഇന്നർ സർഫസ് ഓഫ് നോൺ സ്റ്റിക് കുക്ക് വെയർ. അതായത് നോൺ സ്റ്റിക് കുക്ക് വെയർസിന്റെ അത്തരം പാത്രങ്ങളുടെയൊക്കെ എന്താണ് ഇന്നർ സർഫസ്, ആ ഉൾപ്രതലത്തിൽ കോട്ട്, അവിടെ ആവരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ടെഫ്ലോൺ ഈസ് എ പോളിമർ ദാറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. അതായത് ചൂടാക്കുമല്ലേ നമ്മൾ പാചക പാത്രങ്ങളൊക്കെ, അപ്പോൾ ഹൈ ടെമ്പറേച്ചറിന് അത് താങ്ങാൻ കഴിയും എന്നതാണ് ടെഫ്ലോണിന്റെ പ്രത്യേകത. എന്താ, നോൺ സ്റ്റിക് പാചക പാത്രങ്ങളുടെ ഉൾപ്രതലത്തിലെ ആവരണം ഉണ്ടാക്കാൻ ടെട്രാഫ്ലൂറോ ഈഥീനിൽ നിന്ന് ഉപയോഗിക്കുന്നതാണ്, നിന്ന് നിർമ്മിക്കുന്ന പോളിമറാണ് പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ, അതായത് ടെഫ്ലോൺ. ഓക്കെ, പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ അതായത് ടെഫ്ലോൺ. ഉയർന്ന താപനില താങ്ങാൻ കഴിയുന്ന ഒരു പോളിമറാണ് ടെഫ്ലോൺ. അപ്പോൾ ഇതിന്റെ ഒരു റിയാക്ഷൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ CF2 ഡബിൾ ബോണ്ട് CF2, F എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലൂറിൻ ആറ്റമാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള N എണ്ണം കൂടിച്ചേർന്ന് പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ ഉണ്ടായി. അതിന്റെ ഒരു ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ടെഫ്ലോൺ. ഓക്കെ, നമ്മൾ പഠിച്ച ഈ മൂന്നും എന്തിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഇത്രനേരം പറഞ്ഞുകൊണ്ടിരുന്നത്? അഡീഷൻ പോളിമറുകളെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ പോളിത്തീൻ, പോളി വിനൈൽ ക്ലോറൈഡ്, ടെഫ്ലോൺ എന്നിവ അഡീഷൻ പോളിമറുകളാണ്. പോളിത്തീൻ, പോളി വിനൈൽ ക്ലോറൈഡ്, ടെഫ്ലോൺ ആർ അഡീഷൻ റിയാക്ഷൻസ്, അഡീഷൻ പോളിമേഴ്സ്. അങ്ങനെയാണ് ഇവിടെ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ അഡീഷൻ പോളിമറുകളുടെ ഒരു ടേബിളാണ്. PVC ഒരു പോളിമറാണ്, അഡീഷൻ പോളിമറാണ്. അതിന്റെ മോണോമർ എന്താണ്? വിനൈൽ ക്ലോറൈഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു കുറച്ച് നേരത്തെ അല്ലേ. അതായത് പോളി വിനൈൽ ക്ലോറൈഡ്, വിനൈൽ ക്ലോറൈഡ്, സിമ്പിൾ അല്ലേ. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. പൈപ്പുകൾ, പ്ലാസ്റ്റിക് ഫർണിച്ചർ, വൈദ്യുത ചാലകങ്ങളുടെ ആവരണങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണം. വിനൈൽ ക്ലോറൈഡ് മോണോമർ, അതിൽ നിന്നുണ്ടാകുന്ന പോളിമറാണ് പോളി വിനൈൽ ക്ലോറൈഡ്. യൂസസ് എന്താണ്? മാനുഫാക്ചർ ഓഫ് പൈപ്സ്, പ്ലാസ്റ്റിക് ഫർണിച്ചർ, കോട്ടിംഗ് ഓഫ് ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ്, അതിന് ഒരു ആവരണം സൃഷ്ടിക്കാനൊക്കെ ഇത് ഉപയോഗിക്കുന്നു. അടുത്തത് ഈഥീൻ, അതിന്റെ പോളിമർ എന്താണ്? പോളിത്തീൻ. ഇവിടെ ഒരു സൗണ്ടിന്റെ ഒരു റിപ്പീറ്റേഷൻ, അതായത് ഈ എന്ന രീതിയിൽ വരും. ജസ്റ്റ് നിങ്ങൾക്ക് ചേരുംപടി ചേർക്കാനൊക്കെ പറഞ്ഞാൽ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഈഥീൻ, പോളിത്തീൻ. പോളിത്തീൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ടാർപോളിൻ ഷീറ്റുകൾ, ക്യാരി ബാഗുകൾ തുടങ്ങിയവയൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പോളിത്തീൻ ഉപയോഗിക്കുന്നു. മാനുഫാക്ചർ ഓഫ് ടാർപോളിൻ ഷീറ്റ്സ്, ക്യാരി ബാഗ്സ് എക്സെട്ര. ഓക്കെ, അടുത്തത് പ്രകൃതിദത്ത റബ്ബർ. നമുക്കറിയാവുന്ന റബ്ബർ, അതെന്താണ്? ഈ പ്രകൃതിദത്ത റബ്ബർ എന്നത് ഒരു പോളിമറാണ്. അതിന്റെ മോണോമർ എന്താണ്? ഐസോപ്രീൻ. അതാണ് ഈ പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമറിന്റെ പേര്. ഇവിടെ ഒരു സൗണ്ട് കണ്ടോ, ഇവിടെ പ്ര കണ്ടോ, ഇങ്ങനെ ഒരു സിമിലാരിറ്റി ഇവിടെ ഉണ്ട്. ഐസോപ്രീൻ, പിന്നെ പ്രകൃതിദത്ത റബ്ബർ പ്ര. ഓക്കെ, അതായത് ഐസോപ്രീൻ, നാച്ചുറൽ റബ്ബർ. നാച്ചുറൽ എന്ന് വെച്ചാൽ പ്രകൃതിദത്ത. ഇവിടെ ഒരു പ്ര എന്നൊരു സമാനത ഇവിടെ വരുന്നുണ്ട്. ഓർമ്മിക്കാനുള്ള എളുപ്പത്തിന് പറയുന്നതാണ്. നമുക്കറിയാം റബ്ബർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടയറുകളുടെ നിർമ്മാണത്തിന് വേണ്ടി റബ്ബർ ഉപയോഗിക്കും. മാനുഫാക്ചർ ഓഫ് ടയേഴ്സ്. അടുത്ത് നോക്കാം. നേരത്തെ പറഞ്ഞതാണ് ടെട്രാഫ്ലൂറോ ഈഥീൻ. ഇതിന്റെ പോളിമർ എന്താണ്? പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ, അതായത് ടെഫ്ലോൺ. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു. നോൺ സ്റ്റിക് പാത്രങ്ങളുടെ ഉൾപ്രതലത്തിന്റെ ആവരണം. ടെഫ്ലോൺ ഉപയോഗിക്കുന്നത് കോട്ടിംഗ് ഓഫ് ദ ഇന്നർ സർഫസ് ഓഫ് നോൺ സ്റ്റിക് കുക്ക് വെയർ. അടുത്ത് നോക്കിക്കോളൂ. അക്രിലോനൈട്രൈൽ എന്നത് മോണോമറാണ്. അതിന്റെ പോളിമറാണ് ഓർലോൺ. അക്രിലോ, ഇവിടെ ലോ ഒന്നും അല്ലെ, അക്രിലോനൈട്രൈൽ. ഇത് തന്നെയാണ് വിനൈൽ സയനൈഡ് എന്നും അറിയപ്പെടുന്നത്. ഇതിന്റെ പോളിമർ എന്താണ്? ഓർലോൺ ആണ്. ഓർലോൺ, അക്രിലോനൈട്രൈൽ, ഓർലോൺ. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണ്?
ഈ പോളിമർ ഉപയോഗിക്കുന്നത് മാനുഫാക്ചർ ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ്, അതായത് കൃത്രിമ നാരുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ഓർലോൺ ഉപയോഗിക്കുന്നത്, കൃത്രിമ നാരുകളുടെ നിർമ്മാണത്തിന്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് കണ്ടൻസേഷൻ പോളിമറുകൾ എന്താണെന്നാണ്. 66 എന്നത് ഒരു കണ്ടൻസേഷൻ പോളിമർ ആണ്. അപ്പോൾ നമുക്ക് കണ്ടൻസേഷൻ പോളിമറുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ഈ നൈലോൺ 66ന്റെ എക്സാമ്പിളിലൂടെ പഠിക്കാം. നൈലോൺ 66 ഈസ് എ കണ്ടൻസേഷൻ പോളിമർ. ലെറ്റ്സ് എക്സാമിൻ ഹൗ ഇറ്റ് ഈസ് മാനുഫാക്ചേർഡ്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഇവിടെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മോണോമറുകൾ ഉണ്ടോ, രണ്ടെണ്ണത്തിന്റെ പേരുണ്ട്. എന്തൊക്കെയാണ്? അഡിപിക് ആസിഡ് ആൻഡ് ഹെക്സാമെഥിലിൻ ഡൈ അമീൻ. രണ്ട് മോണോമറുകളുടെ പേരുണ്ട് അല്ലെ, അഡിപിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡൈ അമീനും. അത് n എണ്ണം വീതം എടുത്തു, തുല്യ അളവിൽ എടുത്തുകൊണ്ടോ, n തുല്യ അളവിൽ n എണ്ണം അഡിപിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡൈ അമീനും എടുത്തിട്ടുണ്ട്. ഈ റിയാക്ഷൻ ഇവിടെ നടക്കുമ്പോൾ ഉള്ള കാര്യം, ഉന്നത താപനിലയിലും മർദ്ദത്തിലുമാണ് ഇവിടെ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കുന്നത്. നൈലോൺ 66 ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. ആ ഒരു റിയാക്ഷന്റെ പേരാണ് അല്ലെ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഓഫ് അഡിപിക് ആസിഡ് ആൻഡ് ഹെക്സാമെഥിലീൻ ഡൈ അമീൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രത്യേകത, ഇവിടെ പോളിമർ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ, കണ്ടോ, ആരോ മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ നൈലോൺ 66ന്റെ ഒരു സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് പോളിമർ ഉണ്ടായതായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലസ് എന്തുകൂടിയുണ്ട്, NH2O. അതായത് ഇവിടെ വാട്ടർ മോളിക്യൂൾ കൂടി ഈ ഒരു എക്സാമ്പിൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇവിടെ ഒരു ചെറു തന്മാത്രയായ H2O നീക്കം ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. ഒരു ചെറു തന്മാത്രയായ H2O ഇവിടെ നീക്കം ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. ഉണ്ടോ, N എണ്ണം ഉണ്ട്, അത്ര H2O അവിടെ നീക്കം ചെയ്യപ്പെടുന്നു. ഹിയർ എ സ്മോൾ മോളിക്യൂൾ, ചെറിയ മോളിക്യൂൾ ആണല്ലോ H2O എന്ന് പറയുന്നത്. ഇതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്മോൾ മോളിക്യൂൾ ആണ്. H2O ഈസ് റിമൂവ്ഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ എങ്ങനെയാണെന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി അല്ലെ, കണ്ടോ, മോണോമറുകൾ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ റിയാക്ഷന് വിധേയമാകുമ്പോൾ ആ ഒരു പോളിമർ അവിടെ ഉണ്ടായിട്ടുണ്ട്, പ്ലസ് ചെറു തന്മാത്രയായ H2O അവിടെ നീക്കം ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ എങ്ങനെ വരും നോക്കിക്കോളൂ. വ്യത്യസ്തങ്ങളായ മോണോമറുകൾ സംയോജിച്ച്, വ്യത്യസ്തങ്ങളായ മോണോമറുകളാണ് അല്ലെ, ഉണ്ട് ഇവിടെ അഡിപിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡൈ അമീനും ഉണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ മോണോമറുകൾ സംയോജിച്ച് ചെറിയ തന്മാത്രകളെ നീക്കം ചെയ്ത്, കൊണ്ട് ഇവിടെ H2O ഇവിടെ നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ നീക്കം ചെയ്ത് വലിയ സംയുക്തങ്ങളായി മാറുന്ന പ്രവർത്തനത്തെ കൊണ്ട് ഇവിടെ ഒരു വലിയ സംയുക്തം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്താണ്, ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുത്ത് ഇവിടെ N കൊടുത്താൽ എന്താ അർത്ഥം, ഇതുപോലുള്ള N എണ്ണം ഇങ്ങനെ തുടർച്ചയായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരം പ്രവർത്തനത്തെ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നു. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ഡിഫറെന്റ് മോണോമേഴ്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഇതുപോലുള്ള മോണോമേഴ്സ് കമ്പൈൻ ടുഗദർ ടു ഫോം ലാർജർ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നുണ്ട്. കണ്ടോ, ലാർജർ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നുണ്ട്. അക്കമ്പനീഡ് ബൈ ദ റിമൂവൽ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ്, അതിനനുസരിച്ച് സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് റിമൂവ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. താഴെ നമ്മുടെ ഈ കണ്ടൻസേഷൻ പോളിമറുകളായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇതിൽ 3 എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം, കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. നൈലോൺ 66 നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് അല്ലേ, അതിന്റെ മോണോമറുകൾ ഏതൊക്കെയാണ്, അഡിപിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡൈ അമീനുമാണ്. അതേപോലെ ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ, അതായത് ബേക്കലൈറ്റ് എന്നറിയപ്പെടുന്നതും അത് തന്നെയാണെന്ന് ഓർമ്മിക്കുക. അതിന്റെ പോളിമറുകൾ ഫീനോളും ഫോർമാൽഡിഹൈഡുമാണ്. അങ്ങനെ തന്നെയാണ് വന്നിട്ട്, ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ ബേക്കലൈറ്റ്. ഓക്കെ, ഇനി പോളി എഥിലിൻ ടെറിത്താലേറ്റ്, പോളിയസ്റ്റർ, ഇതിന്റെ മോണോമറുകൾ എഥിലിൻ ഗ്ലൈക്കോളും ടെറിത്താലിക് ആസിഡുമാണ്. ഇവിടെ നോക്കിക്കോളൂ, എഥിലിൻ ഗ്ലൈക്കോൾ, ഇതിന്റെ മറ്റേതാണ് ടെറിത്താലിക് ആസിഡ് ആണ്. ഉണ്ടോ, ഇതിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. അതേപോലെ ഇവിടെ പോളി എഥിലിൻ ടെറിത്താലേറ്റ്, ഇവിടെ മലയാളത്തിൽ നോക്കിയാൽ മനസ്സിലാവും ടെറിത്താലേറ്റ്, ആ ഒരു രീതിയിലാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഓക്കെ, ഇനി ഇവയുടെ യൂസസ് എന്തൊക്കെയാണ്. നൈലോൺ 66 വസ്ത്രങ്ങൾ, ചീർപ്പ്, ബ്രഷുകളുടെ നാര് തുടങ്ങിയവ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നൈലോൺ 66 മാനുഫാക്ചർ ഓഫ് ഫാബ്രിക്സ്, അതായത് വസ്ത്രങ്ങൾ, പിന്നെ കോംസ്, ചീർപ്പുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ബ്രിസിൽസ് ഓഫ് ബ്രഷുകളുടെ നാരുകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ. ഇനി ബേക്കലൈറ്റ് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, സ്വിച്ചുകൾ, പ്ലഗുകൾ, പിന്നെ പ്രഷർ കുക്കറിന്റെ കൈപ്പിടി
തുടങ്ങിയവ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു. മാനുഫാക്ചർ ഓഫ് സ്വിച്ചസ്, പ്ലഗ്സ്, ഹാൻഡിൽസ് ഓഫ് പ്രഷർ കുക്കേഴ്സ് എക്സെട്ര. ഇനി പോളിയസ്റ്റർ ആണെങ്കിലോ, പോളിയസ്റ്റർ, ടാർപോളിൻ, കുപ്പികൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. മാനുഫാക്ചർ ഓഫ് ടാർപോളിൻ, ബോട്ടിൽസ്, ഫാബ്രിക്സ് എക്സെട്ര. ഓക്കെ, ഇനി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ടേബിൾ പഠിച്ചിട്ടുണ്ടാകണം. എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? നൈലോൺ 66ന്റെ മോണോമറുകൾ ഏതെല്ലാം? വാട്ട് ആർ ദ മോണോമേഴ്സ് ഓഫ് നൈലോൺ 66? നിങ്ങൾക്ക് ഇവിടെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? അഡിപിക് ആസിഡ് ആൻഡ് ഹെക്സാമെഥിലിൻ ഡൈഅമീൻ. വാട്ട് പോളിമർ ഈസ് ഒബ്റ്റൈൻഡ് വെൻ ഫീനോൾ ആൻഡ് ഫോർമാൽഡിഹൈഡ്, ഫീനോളും ഫോർമാൽഡിഹൈഡും അണ്ടർഗോ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വിധേയമാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പോളിമർ ഏതാണ്? ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ ആണ്, അതായത് ബേക്കലൈറ്റ് ആണ്. വാട്ട് ആർ ദ മോണോമേഴ്സ് ഓഫ് പോളിയസ്റ്റർ? പോളിയസ്റ്ററിന്റെ മോണോമറുകൾ ഏതൊക്കെയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എഥിലിൻ ഗ്ലൈക്കോളും ടെറിതാലിക് ആസിഡുമാണ് ഇതിന്റെ മോണോമറുകൾ. ഓക്കെ, അപ്പോൾ താപീയ വിഘടനം അതായത് തെർമൽ ക്രാക്കിംഗ് എന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.